അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ലക്ഷറി പ്രീമിയം ഓൺഡ് കാർ ഡീലർഷിപ്പുകളെ പരിചയപ്പെടുത്തിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അത്തരത്തിലൊരു ലക്ഷറി പ്രീമിയം കാർ ഡീലർഷിപ്പിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് ഫ്ലൈ വീൽസ് ഇന്ത്യ. ഉത്തരത്താണി ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീമിയം ഓൺഡ് കാർ ഡീലർഷിപ്പാണ് ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ഏറെക്കുറെ 2 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ട്, അത് എത്രയൊക്കെ വിലക്ക് നമുക്ക് കിട്ടും തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് ഷിബിലി ഫ്ലൈ വീൽസിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ഇദ്ദേഹമാണ് നമുക്ക് ഇന്ന് ഫ്ലൈ വീൽസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ മോഡലുകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് വന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വോഗിൽ നിന്ന് ആരംഭിക്കാം അല്ലേ? ഈ വോഗിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മുടെ പൃഥ്വിരാജ് സാർ യൂസ് ചെയ്ത വോഗാണ്. സിനിമാ നടൻ പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്ന വോഗ് ഉപയോഗിക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെന്താ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഉപയോഗിച്ചൊരു വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ വീൽസിലുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും 2019 മോഡലാണ്. ഫാൻസി നമ്പറാണ് 8989. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കാരണം ഒരുപാട് ആൾക്കാർ സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സിംഗിൾ യൂസ് ആണ്. ഡോക്ടർ ഉപയോഗിച്ചെന്ന് പറഞ്ഞ മാതിരി സിനിമാ നടൻ ഉപയോഗിച്ച വാഹനമാണ് അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനം ഇതിവിടെ ഉണ്ട്. അത് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ടാൽ മതി അല്ലേ? ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ശരിക്കും ഫ്രണ്ടിൽ കുറച്ച് ടോപ്പ് സെലിബ്രിറ്റികൾ നിർത്തിയിട്ടുണ്ട് അല്ലേ? അതിനെ പരിചയപ്പെടും. ഇത് GLC ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. എത്രയാണ് അതിന്റെ ആസ്കിംഗ് പ്രൈസ്? 65 ആണ്. 65. ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് അവർ തരുന്നതായിരിക്കും. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങൾ, ബീച്ച് ഇന്റീരിയർ ആണ് വരുന്നത് അല്ലേ? ശരിക്കും ബെൻസ് വൈറ്റ് കളർ നല്ല രസമാണ്. തൊട്ടപ്പുറത്ത് നമുക്കൊരു ഇവോക്കിനെ കാണാം, റേഞ്ച് റോവർ ഇവോക്ക്. ഇതേതാ ഇയർ വരുന്നത്? ഇതും 2019 മോഡല്, 21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 67. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് ഓടിയിട്ടുള്ളത് 45,000 കിലോമീറ്റർ. ശരിക്കും ഈ വോക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടിയല്ലേ? കുറച്ചുകൂടെ ഒതുക്കി ഒരു കോമ്പാക്ട് സൈസ് ആയിട്ടുള്ള ഒരു വാഹനം വരാം. ശരിക്കും നമ്മൾ ഫ്ലൈ വീൽസ് ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 2 years കഴിഞ്ഞു. അതിനിടയിൽ ഇപ്പോൾ എത്ര വണ്ടികൾ നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ട്? നമ്മളൊരു 250 പ്ലസ് ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വാഹനങ്ങൾ. ഇപ്പം ഫ്ലൈ വീൽസിന്റെ ഒരു പ്രത്യേകത, നമ്മൾ തന്നെ ഇപ്പോൾ പലപ്പോഴും ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ജോങ്ക നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ, യൂസഫ് അലിന്റെ ഒരു വാഹനം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ, അതുപോലെ സ്പോർട്സ് വാഹനങ്ങളൊക്കെ ധാരാളമായിട്ട് വരും. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു വാൻ കൾച്ചറിനെ ഭയങ്കരമായിട്ട് ഫ്ലൈ വീൽസ് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് വാനുകൾ ഇവിടെ വിറ്റുപോയിട്ടുണ്ട് അല്ലേ? എത്ര വാനോട്ട് ഉണ്ടാവും? ചിലപ്പോൾ നമ്മളൊരു 15 അടുത്തുള്ള വാനുകൾ നമ്മളിവിടെ സെയിൽ ചെയ്തിട്ട്. വാൻ എന്ന് പറഞ്ഞാൽ ഹയാസ് അല്ലേ? അതുപോലെ അൽഫാഡ്. ശരിക്കും വെൽഫെയർ ഒക്കെ ട്രെൻഡ് അവിടെ മുന്നേ ഇവിടെ അൽഫാഡ് വന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു സൂപ്പർ ഐറ്റത്തിന് പരിചയപ്പെടുത്താറുണ്ട്. മഞ്ഞ കുപ്പായം വിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വണ്ണാനുള്ളി മസ്താങ് അല്ലേ? ഫോർഡ് മസ്താങ് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വാഹനമാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇവിടെ കേരള രജിസ്ട്രേഷൻ, പിന്നെ അതുപോലെ അതർ ഫാൻസി നമ്പർ ഉണ്ട്, ഇനി സാധാ നമ്പർ ഉണ്ട്, അതുമാണ്. അതുകൊണ്ട് മസ്താങ് ഏതാണ് ഇയർ? 2016 മോഡലാണ്. 16 മോഡൽ. അതെ, ഇത് അതർ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. കേരള 29,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര ചോദിക്കുന്നു? നമ്മൾ 75 ആണ് ഓടിയിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ടിലുള്ള ഈ റേഞ്ചിൽ കാണുന്ന നമുക്കൊരു 60-70 റേഞ്ചിൽ വാങ്ങാവുന്ന സാധനങ്ങളാണുള്ളത്. ഞാൻ അതിന്റെ കൂടുതൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം കേരള രജിസ്ട്രേഷൻ ആവുന്ന സമയത്ത് ഇപ്പോൾ ഒരു മസ്താങ്ങിന് 70 ഉണ്ടാവും അല്ല? അതിൽ കൂടുതൽ അല്ല, അതിൽ 80+ വരും. ഈ അതർ രജിസ്ട്രേഷൻ ആകുമ്പോൾ വില കുറയും. ഇപ്പോൾ കുറച്ചൊരു ബഡ്ജറ്റ് കൺസേൺ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതർ രജിസ്ട്രേഷൻ എടുക്കാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അതർ രജിസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അതിന് NOC കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കും, പേപ്പർ ഡോക്യുമെന്റേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് അവർക്ക്. പിന്നെ കസ്റ്റമർക്ക് അതിൻ്റെ ഉള്ള ഒരു ചർച്ചയില്ല, ഒന്നുമില്ല, വണ്ടി സാധാരണ പോലെ ഉപയോഗിക്കാം. റീ രജിസ്റ്റർ ചെയ്യണമെങ്കിലോ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ റീ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്, അത് എക്സ്ട്രാ പൈസ വരും, അത് എത്ര വരിക തുടങ്ങിയിട്ടുള്ള അതിനെ കുറിച്ച്. ടാക്സ് അടക്കേണ്ടി വരും. ഏകദേശം എത്ര രൂപ വരും? അത് വണ്ടിയുടെ ഒരു വാല്യൂ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഏത് വണ്ടി എടുക്കുന്നോ അതിനനുസരിച്ചാണ് ഈ ഒരു കൺവേർഷൻ റേറ്റ് വരുന്നത്. ഏത് വണ്ടി നമുക്ക് കൺവേർട്ട് ചെയ്യാം. എടുക്കാം. അപ്പോൾ നമ്മൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും, ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് മാറ്റാൻ പറ്റുമോ എന്നൊക്കെയുള്ള, അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അവിടെ ഒരു E-ക്ലാസ് കിടക്കുന്നുണ്ട്. അപ്പോൾ E-ക്ലാസ്
അല്ലേ? മെർസിഡീസ്, വീണ്ടും ഒരു വെള്ള മെർസിഡീസ്. അതെ. ശരിക്കും ലക്ഷറി വണ്ടി എന്ന് ആൾക്കാർ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പേര് ഒരു പക്ഷേ മെർസിഡീസ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അറിയില്ല, ഞാനെപ്പോഴും ആലോചിക്കലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കലില്ലേ ബെൻസ് ബെൻസ് ബെൻസ്, അങ്ങനെ കേട്ട് ശീലിച്ചുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ആൾക്കാർ കമന്റ് ചെയ്യുമോ? നമ്മൾ കാണുന്ന ആൾക്കാർക്ക് നമ്മളെക്കാളും അറിവുണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മൂല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 42 lakhs. 42 ലക്ഷം രൂപയ്ക്ക് ഒരു ഈ ക്ലാസ് കിട്ടും. ശരിക്കും ഈ ക്ലാസ്സിന് ഇപ്പോൾ ഏകദേശം ഒരു സിആറിന്റെ പുറത്തല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ വണ്ടിക്ക് ഒരു സിആറിന്റെ അടുത്തുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1 lakh kilometer. 1 lakh ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണാണോ 1 lakh ഓടി? അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിളാണ്. 2017. ഓക്കെ, അപ്പോൾ 2017 മോഡൽ 1 ലക്ഷം ഓടിയ ഈ ക്ലാസ് നമുക്ക് 42 lakhs. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് വില കുറഞ്ഞു വരല്ലേ? അവർക്ക് തോന്നുന്ന ഏറ്റവും ബാക്കിലേക്ക് പോകുമ്പോൾ ബഡ്ജറ്റ് കാറുകളായിരിക്കും ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്ത്? കൊള്ളാം. ഇവിടെ നമുക്കൊരു GLE എടുക്കുന്നുണ്ട്. ഇത് ഏതാ ഇയർ? ഇത് 2016 മോഡലാണ്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ. എത്ര ചോദിക്കുന്നത്? 42 lakhs. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 74,000. 74. പുതിയ വന്ന GLE തൊട്ട് മുമ്പുള്ള മോഡൽ. അതാ ലുക്ക് വൈസ് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ സ്വന്തം മിനി അല്ലേ? ശരിക്കും മസ്താങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഒരുപാട് ഫാൻസ്. മിസ്റ്റർ ബീൻ ട്രെൻഡ് ആക്കിയത് കൊണ്ടാണോ ഇനി ഇതിന്റെ ഈ ഒരു ക്യൂട്ട്നെസ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. 2016 മോഡലാണ്. ഇത് റാപ്പ് ചെയ്താണോ അതോ ഒറിജിനൽ? ഇത് റാപ്പ്. ഓക്കെ. ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 24 lakhs. 24. കൂപ്പർ ഡീസൽ. നല്ല പ്രൈസ് ആണല്ലോ. അത്യാവശ്യം കാണാനും രസമുണ്ടല്ലേ? ഒരു 2 door ആ ഒരു ഫുള്ളി ഗ്ലാസ് ആയിട്ടുള്ള ആ ഒരു മോഡൽ അല്ലേ? നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു മിനിയൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഡ്രീമാണ്. നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് മിനി ഡ്രീം ആയിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ 24 lakhsന് മിനി സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഇപ്പം ഫ്ലൈ വീൽസിലുണ്ട്. മറ്റേ KGF പറഞ്ഞ മാതിരി ഓഫർ ക്ലോസസ് എന്ന് പറഞ്ഞ മാതിരി വിറ്റുപോയാൽ പിന്നെ കിട്ടൂല. അപ്പോൾ ഇപ്പം തന്നെ അല്ലേ ബന്ധപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് GLE 2 ഉണ്ട് അല്ലേ? ഇത് GLE 350 ആണ്. ഇത് GLE 250 ആണ്. ഇത് 250. ഇത് എറോമാറ്റിക് സസ്പെൻഷൻ ഒക്കെ വരുന്ന വണ്ടിയാ. ഓക്കെ, ഇത് നോർമൽ. എത്ര ചോദിക്കുന്നു? ഇത് 39 lakhs. 2016. 60 തന്നെ. 60. ഓക്കെ. പിന്നെ നമ്മുടെ സ്വന്തം Volkswagen Polo അല്ലേ? GTI ആണ്. ശരിക്കും മമ്മൂക്ക ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കൊക്കെ ഒരു പള്ളി പോക്കുണ്ട് എന്നിട്ട് പോളോ ബ്ലാക്ക് ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള നല്ല രസമുള്ള വണ്ടിയല്ലേ? വീല് ഒരു ചേഞ്ച് ചെയ്തിരുന്നു തോന്നുന്നു. അതെ, 6 lakhsന്റെ ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട്. 6 lakhsന്റെ ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? 22 lakhs മൊത്തം എല്ലാം അടക്കം. ഇത് കേരള രജിസ്ട്രേഷൻ തന്നെ. അപ്പോൾ പോളോ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നല്ലൊരു പോളോ കിട്ടുമോ നല്ലൊരു പോളോ ഇവിടെ ഉണ്ട്. കാണാനും നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. വീലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പോയിലേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? ശരിക്കും എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻസി നമ്പറുമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോർച്യൂണർ. അത് TRD കിറ്റ് ചെയ്തതാണ്. TRD കിറ്റ് ചെയ്ത ഫോർച്യൂണർ ആണ്. ഫാൻസി നമ്പർ. ഈ നമ്പർ ഞാൻ നല്ല കണ്ട് ശീലമായിട്ടുണ്ടല്ലോ. 42. 2020 മോഡലാണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. 44 lakhs ആണ് പ്രൈസ് വരുന്നത്. കിലോമീറ്റർ കുറഞ്ഞ ഏറ്റവും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. ഇത് കിറ്റ് ചെയ്താണ്, TRD അല്ല. പിന്നെ ഇതാ നമ്മളുടെ സ്വന്തം പ്രാഡോ. ശരിക്കും ഈ പ്രാഡോ നിങ്ങൾ ഇതിന് മുമ്പും കുറേ എണ്ണം ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രാഡോ ഫ്ലൈ വീൽസിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ പ്രാഡോ അതുപോലെ തന്നെ ലാൻഡ് ക്രൂസർ വാൻ ഇതിനൊക്കെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ ശരിക്കും ഫ്ലൈ വീൽസ്? കസ്റ്റമേഴ്സ് ഉള്ളത് അത് കൂടുതൽ ആൾക്കാർ എൻക്വയറീസ് വരുന്നത്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ, അതായത് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇന്നൊരു ഡെലിവറി ഉണ്ടായിരുന്നു. അതെ, ലാൻഡ് ക്രൂസർ തന്നെ ഒരു ഡെലിവറി ഇന്ന് ഇവിടുത്തെ ഡെലിവറി എടുത്ത് പോയി. ഇത് ഏതാ ഇയർ? 2010 മോഡൽ. 2010. അതർ രജിസ്ട്രേഷൻ CH. എത്ര ചോദിക്കുന്നത്? 27 lakhs. ശരിക്കും ഈ ഒരു പ്രാഡോ ഒക്കെ നമുക്കൊരു 30 ലക്ഷത്തിനുള്ളിൽ അല്ലേ കിട്ടും. ഇതിപ്പോ കേരള രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി 32 lakhsന്റെ മേളിൽ പോകും. ഇനി നമ്മളുടെ സ്വന്തം ലാൻഡ് ക്രൂസർ അല്ലേ? SUV-കളുടെ രാജാവ് നേരാണോ മറ്റേ നിസാൻ പെട്രോൾ ആണോ എന്നുള്ള ചർച്ച എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഒരു പരിധിയൊക്കെ വരെ ഇദ്ദേഹം തന്നെയാണ് പറയല്ലേ. പിന്നെ ടൊയോട്ടന്റെ ഗ്ലോബൽ ആക്സെപ്റ്റൻസും LC എന്നുള്ള ഒരു മോഡലിന് ഭയങ്കര ഇത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും 2013 മോഡലാണ്. 17 കിറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, LC 200 കിറ്റ് കയറ്റിയിട്ടുള്ള ഒരു മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്താണ്. ഇത് കേരള രജിസ്ട്രേഷൻ ആണോ? അല്ല, പുറത്തെ രജിസ്ട്രേഷൻ ആണ്. എത്ര കിലോമീറ്റർ, എത്ര പ്രൈസ്? ഇത് 1,13,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് 75 lakhs. ശരിക്കും LCനെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം എന്നൊക്കെ ഉള്ളത് ചെറിയ കണക്കല്ലേ കിലോമീറ്റർ ഓടിയതല്ലേ? കാരണം 3 lakhs 4 lakhs ഒക്കെ ഓടിയ ഇഷ്ടംപോലെ. ഇപ്പോൾ ടൊയോട്ടന്റെ പല വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഇന്നോവ ഒക്കെ നമ്മളിപ്പോൾ പല ഡ്രൈവിനൊക്കെ പോകുമ്പോൾ 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഓടി ഇന്നോവകളാണ്. പിന്നെ ദുബായിൽ ഒരു വണ്ടി ഉണ്ട്, 1 മില്യൺ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി, 10 ലക്ഷം കിലോമീറ്റർ. എന്നിട്ട് ഇപ്പോഴും അയാളത് ഓടിച്ചുകൊണ്ടിരിക്കും. ഒരു ചൈനക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് 75 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒരു LC അല്ലേ 2017 അപ്ഗ്രേഡ് ചെയ്ത 13 മോഡൽ കൊള്ളാം. ശരിക്കും വലിയൊരു വണ്ടിയാണ്. വണ്ടി എന്ന് പറയാനുള്ളൊരു സാധനമുള്ള സംഭവമുണ്ട്. ഇനി നമുക്ക് 2 സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ?
ഇവിടെ നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് കാറുകളുണ്ട്, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും കുറച്ച് സ്പോർട്സ് കാർസുകൾ ഒരുപാടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്തതിന് ഒരു TT ആണ്. ഇത് ഏതാ ഇയർ? 2011 മോഡൽ. എത്ര കിലോമീറ്റർ, എത്ര പ്രൈസ്? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. പ്രൈസ് ആസ്ക് ചെയ്യുന്നത് 20 lakhs ആണ്. 20 lakhsന് ഒരു Audi TT ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും RS, ഞാൻ നേരത്തെ RS എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് RSന്റെ കിറ്റാണ്. ശരിക്കും RS അല്ല. RS ശരിക്കും 20 lakhsന് കിട്ടൂലായിരിക്കും അല്ലേ? അൽഫാഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവസാനം എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആദ്യം നമുക്കൊരു അൽഫാഡ്. ശരിക്കും അൽഫാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയറിൻ്റെ ജ്യേഷ്ഠനാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ അതെ, വെൽഫെയറിൻ്റെ മുൻഗാമി. അതായത് വെൽഫെയർ എന്നുള്ള ഒരു മോഡൽ വരുന്നതിൻ്റെ അല്ലെങ്കിൽ ട്രെൻഡിങ് ഒക്കെ ആവുന്നതിന് മുമ്പ് ശരിക്കും അൽഫാഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ള പുറത്ത് ടൊയോട്ടൻ്റെ വാഹനമാണ്. അതുപോലെ ഈ ഒരു ലോഗോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറെ വിദേശ രാജ്യത്തൊക്കെ പോകുന്ന സമയത്ത് ടൊയോട്ടൻ്റെ ചില വാഹനങ്ങളിൽ ലോഗോ മാറി കാണാൻ പറ്റും. അത് ഞാൻ വിശദമായിട്ട് ഒരിക്കൽ സംസാരിക്കാം, അത് കുറേ പറയേണ്ട ഒരു കാര്യമായിട്ട്. അപ്പോൾ അതവിടെ വെക്കട്ടെ. കേരളത്തിൽ റീ ചെയ്താണ്. ഓക്കെ, റീ ചെയ്താണ്. 2012 മോഡലാണ്. 2012 മോഡൽ. അതെ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 35 lakhs. 35 lakhsന് നമുക്കൊരു അൽഫാഡ് സ്വന്തമാക്കാം. വേണമെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുത്തി അൽഫാഡിന്റെ തന്നെ പുതിയ അൽഫാഡിന്റെ പുതിയ ഷേപ്പിലേക്ക് മാറ്റാം. ഈ ലോഗോ ശരിക്കും ടൊയോട്ടന്റെ തന്നെയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇത് ശരിക്കും ടൊയോട്ടന്റെ സബ്സിഡറി ലോഗോകളാണ്. അത് പല രാജ്യങ്ങളിലും അങ്ങനെയാണ് എന്നുള്ളത്. ശരിക്കും ഇന്ത്യൻ രജിസ്ട്രേഷൻ തന്നെ ആയിരുന്നോ അതോ? അല്ല, നമ്മൾ വണ്ടി വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അൺരജിസ്റ്റേർഡ് ഉള്ള വണ്ടികളായിരുന്നു. പിന്നെ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു, വീണ്ടും നമ്മൾ കേരളത്തിലോട്ട് മാറ്റിയതാണ്. നൈസ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രിവിയ ടൊയോട്ട. ശരിക്കും ഇന്ത്യയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു മോഡലാണ്. ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ. ഏതാ ഇയർ? 2016 മോഡലാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. എത്ര ചോദിക്കുന്നത്? ആസ്ക് ചെയ്യുന്ന പ്രൈസ് 21 lakh. ശരിക്കും 21 lakhന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വാഹനം എന്നാണെങ്കിൽ പറയലേ. ശരിക്കും ഒരു വിന്റേജ് ടൈപ്പ് ടച്ച് ഒക്കെ ഉണ്ടെങ്കിലും ആൾക്കാരൊന്നും ശ്രദ്ധിക്കും അല്ലേ? കാരണം ഇത് അങ്ങനെ കണ്ടിട്ടില്ലാത്ത കേരളത്തിലെ റോട്ടിൽ ഇങ്ങനെ ഒരു ടൊയോട്ട വാഹനം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചു. തൊട്ടിപ്പുറത്ത് നമ്മളുടെ സ്വന്തം ഹമ്മർ H3. ശരിക്കും H3 ഇപ്പം പഠാൻ സിനിമയിൽ ഒന്നുകൂടി ഫേമസ് ആയില്ലേ? ഇവർ തമ്മിലുള്ള ഫൈറ്റ്, ആ വീഡിയോ നമ്മളെ ചാനലുണ്ട്. അത് സെയിം വണ്ടിയുടെ വീഡിയോ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മലയാളിയുടെ വാഹനം കേട്ടോ അത്, ഹമ്മർ H3. ഇത് 2010 മോഡലാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. കേരള രജിസ്ട്രേഷൻ ആണോ? അല്ല, പുറത്തെ രജിസ്ട്രേഷൻ ആണ്. 55 lakhs. 55 ലക്ഷത്തിന് ഒരു ഹമ്മർ വാങ്ങാം. അടിപൊളി, വലിയ വണ്ടിയാണ് ശരിക്കും. ഇതിനിപ്പോൾ നിർത്തുമ്പോൾ സേവൻ അല്ലേ? പക്ഷേ ആ ഒരു മസിൽ ലുക്ക് ഭയങ്കരമാണ്. പിന്നെ ഇനി നമ്മളുടെ ബാക്കിലേക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ തന്നെ LC. ഇത് പഴയ ലെക്സസ് അല്ലേ? 2003 മോഡൽ ലെക്സസ്. ഇതെത്ര ചോദിക്കുന്നത്? 21. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വാഹനം ഇപ്പോൾ സന്തോഷ് ജോർജുളങ്ങര സാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? 5000 എന്ന് പറയുന്ന നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, നല്ല ഫാൻസി നമ്പറാണ്. സെയിം വണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഈ വണ്ടി കണ്ടിട്ടുണ്ട് അവിടെ പോർച്ചിൽ. ഇവിടെ നമുക്കൊരു Audi A3. ഇത് എത്ര ചോദിക്കുന്നത്? 18 lakhs. 20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ. 18 ലക്ഷത്തിന് Audi A3 കിട്ടും. ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു വണ്ടി എടുത്താലോ എന്നുള്ള ചിന്ത ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. വിലയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു BM അവിടെ കിടക്കുന്നുണ്ട്, 5 സീരീസ്. എത്ര ചോദിക്കുന്നത്? 20 lakhs. നല്ല പ്രൈസ് ആണല്ലോ അല്ലേ? 2015 മോഡലാണ്. 15. ഓക്കെ. പിന്നെ നമുക്കിവിടെ ശരിക്ക് ലക്ഷറി വാഹനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് പെർഫോമൻസ് വാഹനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബഡ്ജറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങളുണ്ട്. ഏത് കാറ്റഗറി മുതലാണ് ഇവിടെ സെയിൽ വരുന്നത്? നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ മുതലാണ് മുകളിലേക്കാണ്. അതിന് താഴേക്ക് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ കുറച്ചൊരു പ്രീമിയം ഓറിയന്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേ ബഡ്ജറ്റ് കാർ സെയിൽ ചെയ്യാൻ വേറെ ഏരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് മാത്രമാണ്. ഓക്കെ. ഇനി നമുക്ക് അവിടെ കുറച്ച് ഹയാസ് കിടക്കുന്നുണ്ട് അല്ലേ? നമുക്കതൊന്ന് പോയി നോക്കാം. ഇനി ശരിക്കും ഫ്ലൈ വീൽസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സുകളിൽ ഒന്ന് എന്ന് പറയാവുന്നത് നമുക്ക് ഹയാസുകളെ കുറിച്ചാണ് അല്ലേ? ശരിക്കും ഒരുപാട് ഹയാസുകൾ ഇവിടെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പിലൊക്കെ വരിയായിട്ട് നിർത്തിയിടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവർ ഒരുപാട് വിറ്റിട്ടുള്ള ഒരു പക്ഷേ ഹയാസിൻ്റെ ആയിരിക്കും അല്ലേ? ഹയാസ് LC ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ 2 ഹയാസുകൾ ഇപ്പോൾ നിലവിലൂടെ ഉണ്ട്. ഇപ്പം ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സോൾഡ് ആണോ? അത് സോൾഡ്. ഇത് ഈ സെയിൽ ചെയ്യാൻ വേണ്ടി. ഇത് എത്ര ചോദിക്കുന്നത്? 36 lakhs. 2014 മോഡലാണ്. 2014 മോഡൽ. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ശരിക്കും ഇപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഇന്റീരിയറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും സാധാരണ ഹയാസിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഇന്റീരിയറിനുണ്ട്. കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സെഗ്മെന്റ് ആണിത്. ഇത് നമ്മുടെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് തായ്ലാൻഡിൽ നിന്നാണ്, ബാങ്കോക്കിൽ നിന്നാണ്. നമ്മളുടെ ഇനി പറയാൻ പോകുന്നൊരു കാര്യം, ഇതിന്റെ വീടിന്റെ അവസാനത്തിൽ ഞാൻ ഒരു സാധനം പറഞ്ഞു. അതും ഈ വണ്ടിയും ഇപ്പൊ ഈ പറഞ്ഞ തായ്ലാൻഡും ഒക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അവർ തായ്ലാൻഡിൽ വെച്ച് ചെയ്തല്ലോ. തായ്ലാൻഡിലാണ് കംപ്ലീറ്റ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. തായ്ലാൻഡിൽ കൂടുതൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹയാസ് ആണ് എന്നുള്ളതാണ്. അതിനുശേഷം വണ്ടി ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു ലക്ഷറി സ്റ്റൈലിൽ തന്നെ അവർ ഇതിനെ
സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 7 ആൾക്കാർക്ക് യാത്ര ചെയ്യാം അല്ലേ? ഡ്രൈവറോടൊക്കെ 9 ആൾക്കാർക്ക് യാത്ര ചെയ്യാം. ഇന്റീരിയറൊക്കെ നല്ല സൂപ്പർ അല്ലേ? അതേപോലെ ഇതിന്റെ ഇന്റീരിയറും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് എത്ര കപ്പ് സെയിൽ ചെയ്ത്? ഇത് 52 lakhs കൊടുത്തത്. ഇപ്പൊ ഇനി ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെയർസ് ഇഷ്ടം പോലെ ഇവിടെ. ഇത് കേരള രജിസ്ട്രേഷൻ ഉണ്ടോ? ഇത് കേരളത്തിലോട്ട് ആക്കിയ വണ്ടിയായിരുന്നു, അത് കർണാടക രജിസ്ട്രേഷൻ ആണ്. ഇതും അതേപോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു കാരവൻ സ്റ്റൈലല്ലേ? കസ്റ്റമർ എടുത്തതിന് ശേഷം കൊണ്ടുപോയിട്ട് അവർ ടോയ്ലറ്റും പാൻട്രി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ചെയ്താണ്. ഇത് കുറച്ചൊരു ബ്ലാക്ക് ഇന്റീരിയർ, അതൊരു ബീച്ച് കളറും ശാലകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇന്റീരിയർ. അപ്പൊ ഇത്രയും വാഹനങ്ങളാണ് ശരിക്കും ഫ്ലൈ വീൽസ്. ബട്ട് ഇവിടെ കുറച്ച് വിന്റേജ് വാഹനങ്ങളുണ്ട് അല്ലേ? വിന്റേജ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഇപ്പോഴും പുലിക്കുട്ടികളാണ്. മെർസിഡീസിന്റെ ചില പഴയ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മൾ പറയാത്ത കുറെ വാഹനങ്ങൾ ശരിക്കും ഇവിടെ ഉണ്ട്. ബാക്കിലുണ്ട്, വർക്ക്ഷോപ്പിലും ഒരുപാട് സ്ഥലങ്ങളിലെ വാഹനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ വിളിച്ചാൽ മതിയല്ലേ? അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തനത്താണി ബേസ് ചെയ്തിട്ടാണ്. പുത്തനത്താണിന്ന് വെട്ടിച്ചേർ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഹൈവേ തന്നെയാണ് ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന. ശരിക്കും ഇവിടെ മാത്രമല്ലേ ഫ്ലൈ വീൽസ് ഇന്ത്യ ഉള്ളത്? പിന്നെ ദുബായിൽ, അതുകൊണ്ടാണ് ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് കൊടുത്തത്. ദുബായിൽ ഫ്ലൈ വീൽസ് ഇവർ തന്നെയാണ്, അവർ തന്നെ ആയതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം വാങ്ങാനുണ്ട്, ചെറിയൊരു നെഗോസിയേഷനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനകത്ത്. അതിനകത്ത് വിളിക്കാം, ഷിബിലിനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ റാഫിക്ക് ആരെങ്കിലും അല്ലേ, ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്യാനൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോറൂം ഉള്ളത്. വലിയ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം, ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ, അതായത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരികയാണെങ്കിൽ ആ വണ്ടികളൊക്കെ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടി മാറിയിട്ടുണ്ടാവും അല്ലേ? വിറ്റ് പോയാൽ പിന്നെ ആ വണ്ടി അവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ എത്രയാണ് ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന പ്രീമിയം ഓൺ കാർ ഡീലർഷിപ്പിൻ്റെ വിശേഷങ്ങൾ, അവിടെയുള്ള വാഹനങ്ങൾ, അവിടെയുള്ള വാഹനങ്ങളുടെ പ്രത്യേകതകൾ, അതിൻ്റെ വിലകൾ, എത്ര കിലോമീറ്റർ ഓടി തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അതിലേക്ക് പോകാം. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തെ പരിചയപ്പെട്ടു, ഇതിനകത്തുള്ള വാഹനങ്ങളെ പരിചയപ്പെട്ടു. ഇവരാണ് നമ്മളുടെ കാർ ഹണ്ട് സീസൺ 2 എന്ന് പറയുന്നതിൻ്റെ സ്പോൺസർ എന്ന് പറയും. നമുക്കറിയാം കാർ ഹണ്ട് സീസൺ 1 വളരെ സക്സസ് ആയിട്ട് അവസാനിപ്പിച്ച് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സീസണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ 2ാമത്തെ സീസൺ ആരംഭിക്കുകയാണ്. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് തായ്ലാൻഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാൻ ലൈഫ്, അതുപോലെ തന്നെ തായ്ലാൻഡ്, അവിടെ നിന്ന് ഡിസൈൻ ചെയ്ത ഈ ഒരു വാഹനം, ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പം അത് സ്പോൺസർ ചെയ്യുന്നത് ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രീമിയം ഓൾഡ് കാർ ഡീലർഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത കുറച്ച് വീഡിയോകളിലായിട്ട് വരും. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും, പല സംസ്കാരങ്ങളെയും അതിനൊക്കെ പരിചയപ്പെടുത്താം എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് തായ്ലാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പം ഫ്ലൈ വീൽസ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ട് സീസൺ 2 ഇപ്പം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം, അല്ലെങ്കിൽ കാണണം, അല്ലെങ്കിൽ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വാങ്ങണം, ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈ വീൽസ് ഇന്ത്യയെ ബന്ധപ്പെടാം. ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ആ നമ്പറിൽ വിളിച്ച് നിങ്ങളിവിടെ വരിക, നേരിട്ട് കാണുക, അല്ലെങ്കിൽ ഫോൺ വഴി സംസാരിക്കുക, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.